ഹായ് നമസ്കാരം, അഭിലാഷ് ഷാട്ടയാണ്. അപ്പോൾ എനിക്കൊരു സങ്കടകരമായൊരു ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് നല്ല ഫീൽ ചെയ്തു. ആ വീഡിയോയിൽ എന്താ പറയുക, ഇദ്ദേഹം ഒരു തെറി പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം ഒരു ആർട്ടിസ്റ്റാണ്. ഇദ്ദേഹത്തിൻ്റെ മോളാണെങ്കിൽ നല്ല പെർഫോമൻസ് ചെയ്യുന്ന ആളാണ്. ഇവരുടെ ഫാമിലി അടിപൊളിയായിട്ട്, അതായത് ഭാര്യ ഭർത്താവും മോളും അടിപൊളിയായിട്ട് കോമഡി മാസ്റ്റേഴ്സിലും ബമ്പർ സീരിയലൊക്കെ വരുന്ന ആൾക്കാരാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളവരാണ്. പക്ഷെ ഇദ്ദേഹം പെട്ടെന്ന് ഇങ്ങനെ ഒരു തെറി പറഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ ഇദ്ദേഹത്തിന്റെ മെസ്സഞ്ചറിൽ ഞാൻ തിരിച്ച് മറുപടി കൊടുത്തു. കാരണം ഞാൻ പെട്ടെന്ന് നമ്മുടെ അമ്മമാരെ കുറിച്ചുള്ള ഒരു തെറി പറയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യില്ലേ, അത് എനിക്കും ഉണ്ടായി. കാരണം കാരണം വേറെ എന്ത് പറഞ്ഞോട്ടെ, ഇദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞോട്ടെ, അമ്മമാരെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ഇദ്ദേഹത്തിന്റെ കമന്റിൽ ഇത് അയക്കാന്ന് കരുതിയപ്പോൾ കമന്റ് എനിക്ക് അയക്കാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് ഇദ്ദേഹം വിളിച്ച തെറി ഞാൻ തിരിച്ചു പറഞ്ഞു. അതിപ്പോ പ്രേക്ഷകരെ കാണിക്കാം. ഇതാണ്: തായോളി, നീ വീഡിയോ ഉണ്ടാക്കിക്കോ എന്ന് വെച്ച് നീ തെറി പറഞ്ഞാണോ തായോളി നീ വീഡിയോ ഇടുന്നത്? പട്ടി തായോളി. ഇതിപ്പോ കാണിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കള്ളത്തരമൊന്നുമില്ല. അപ്പം ഇതിന് മറുപടി കൊടുത്തു മെസ്സഞ്ചറിൽ. പിന്നീടാണ് ഫേസ്ബുക്ക് ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പൊ ഫേസ്ബുക്കിൽ ഞാൻ പോയി ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ വീഡിയോ ഇട്ടോ, പക്ഷെ എന്തിനാണ് അമ്മമാരെ കുറിച്ച് പറഞ്ഞ വീഡിയോ പറഞ്ഞേ? അമ്മയെ വിളിച്ചുള്ള തെറി പറഞ്ഞ എന്തിനാന്ന് വെച്ചു. പിന്നീട് അദ്ദേഹം എന്റെ മെസ്സഞ്ചറിൽ വന്ന് ഞങ്ങൾ സംസാരിച്ചു. അപ്പൊ എന്താ പറയാ, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ടീമാണ്. ഇവര് പറഞ്ഞപ്പോൾ എനിക്ക് ഫീലിംഗ് ആയിപ്പോയി. വേറെ ഒന്നും കൊണ്ടല്ല, അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം, എന്നെ കുറിച്ചുള്ള അഭിപ്രായം പറയാം. പക്ഷെ അമ്മമാരെ വിളിച്ചുള്ള അഭിപ്രായം കേൾക്കുമ്പോണ്ടല്ലോ ആർക്കും ചങ്ക് പൊട്ടും. അമ്മമാരെ വിളിച്ച്, അമ്മ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വലുതാണ്. ഈ പറഞ്ഞ വ്യക്തിക്കും വലുതാണ്, എനിക്കും വലുതാണ്. അമ്മമാരെ എല്ലാവർക്കും വലുതാണ്. അമ്മമാരെ വിളിച്ചുള്ള തെറി പറഞ്ഞാൽ ആരും പ്രതികരിക്കും. അതാണ് ഞാനും ചെയ്തോളൂ.